ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. 50-30-20 റൂൾസ് ഇത് എന്താണെന്ന് അറിയാമോ? ഈ 50-30-20 റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സേവിങ് റൂൾസ് ഓഫ് സാലറി എന്ന് പറയും. 50% നമ്മൾ ഇൻകത്തിൻ്റെ 50%ഉം നമ്മൾ നമ്മുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതുപോലെ മറ്റുള്ള ഡെപ്റ്റ് അത് തീർക്കാനായിട്ട്, റീപേയ്മെൻറ്റ്, ലോണിൻ്റെ റീപേയ്മെൻറ്റ്, അങ്ങനെയുള്ള ഏറ്റവും അത്യാവശ്യമായുള്ള ഒബ്ലിഗേഷൻസ് നീഡ്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് 30% എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ആഗ്രഹങ്ങൾക്ക്, ഒരു ട്രാവലിങ്ങോ ഷോപ്പിങ്ങോ അങ്ങനെയുള്ള വലിയ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ, എന്നാൽ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു എമർജൻസിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന 20% മസ്റ്റായിട്ടും നമ്മൾ സേവിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതാണ് ഈ 50-20-30 എന്നുള്ള ആ റൂള് വരുന്നത്. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ സേവിങ്സിനെ അല്ലെങ്കിൽ ബഡ്ജറ്റിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഡെപ്റ്റ് എല്ലാം പെട്ടെന്ന് തീർക്കാനും അതുപോലെ തന്നെ കുറച്ചൊരു സേവിങ്സ് കണ്ടെത്താനും സാധിക്കും. നമ്മുടെ ഭാവിയിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ നടക്കാനും സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഗൈഡൻസിനും നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും വേണ്ടി ഞങ്ങളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിംഗ് നിങ്ങൾ ഇതുപോലെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.